ഹായ് ഓൾ, എല്ലാവർക്കും QSPSC ഹസൽ PYQലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 161/2025 പ്യൂൺ ആയ കോക്കർ വാച്ച്മാൻ തുടങ്ങിയ തസ്തികകളിലേക്ക് വേണ്ടി നടത്തിയ ഒരു LGS 11 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, കുറേ നല്ല ചോദ്യങ്ങളുണ്ട്. ഒരു LD എക്സാമിനും ഒക്കെ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. കൂടെ കണക്റ്റഡ് ഫാക്ട്സും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പാക്കാതെ എല്ലാവരും ലാസ്റ്റ് വരെ ഇരുന്ന് കണ്ടു നോക്കുക. ഓക്കെ, ചോദ്യങ്ങൾ നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഓപ്ഷൻ സി, ദാദാഭായ് നവറോജി. ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ച വർഷം എന്നാണ്? 1866 ദാദാഭായ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ സ്ഥാപിച്ചത്. ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡന്റായ സമ്മേളനങ്ങൾ ഏതൊക്കെയാണ്? 1886 കൊൽക്കത്ത സമ്മേളനം, 1893 ലാഹോർ സമ്മേളനം, 1906 കൊൽക്കത്ത സമ്മേളനം. ഈ 3 സമ്മേളനങ്ങളിലും ദാദാഭായ് നവറോജി INCയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട്. ഓക്കെ, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദാദാഭായ് നവറോജി ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? ഗ്യാൻ പ്രസാരക് മണ്ഡലിയാണ്. ഗ്യാൻ പ്രസാരക് മണ്ഡലി. ബ്രെയിൻ ഡ്രെയിൻ തിയറി, മസ്തിഷ്ക ചോർച്ചാ സിദ്ധാന്തത്തിന് ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. ഓക്കെ, ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഏഷ്യക്കാരനും ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആ പേര് നൽകിയതാരാണ്? ദാദാഭായ് നവറോജിയാണ്. അതിന് മുന്നേ ഇവർ എന്തെന്നായിരുന്നു അറിയപ്പെടുന്നത്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലികാവകാശം ഏതാണ്? ഓപ്ഷൻ ബി, ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ് അല്ലേ? ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിയുടെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർട്ടിക്കിൾ 32 പ്രകാരം. ഓക്കെ, ഇനി ഹൈക്കോടതിയുടെ റിട്ട് അധികാരമാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 226 ഇനി സുപ്രീം കോടതിക്ക് ഹൈക്കോടതിയേക്കാളും റിട്ട് അധികാരം കുറവാണ്. എങ്ങനെയാണ്? സുപ്രീം കോടതിക്ക് മൗലികാവകാശങ്ങളുടെ നിർവഹണത്തിന് വേണ്ടി മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. അതേസമയം ഒരു ഹൈക്കോടതിക്കാണെങ്കിൽ മൗലികാവകാശങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടി മാത്രമല്ല, മറ്റേതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടും റിട്ട് പുറപ്പെടുവിക്കാൻ കഴിയും. അതിനാൽ റിട്ടുകളുടെ കാര്യത്തിൽ സുപ്രീം കോടതിയേക്കാൾ അധികാരമാർക്കാണ്? ഹൈക്കോടതിക്കാണ്. എന്നാൽ റീസെൻ്റായിട്ട് നടന്ന ഒരു എക്സാമിൽ ആർട്ടിക്കിൾ 139 കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 139 പറയുന്നത് സുപ്രീം കോടതിക്ക് പാർലമെൻറ്റ് ആർട്ടിക്കിൾ 32 പുറമെ 139 പ്രകാരം വേറെ കുറേ കാര്യങ്ങൾക്ക് കൂടി വേണ്ടിയിട്ട് റിട്ട് പുറപ്പെടുവിക്കാൻ അഡീഷണൽ പവർ കൊടുക്കുന്നുണ്ട്. അത് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 139 ഓക്കെ, അപ്പം റീസെൻ്റായിട്ട് നടന്നൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ജൂനിയർ അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾ കാണാത്തവർ കയറി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് കണ്ടു നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായിയാണ്. ഓപ്ഷൻ ബി, പണ്ഡിത രമാഭായ്. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായ്. എന്നായിരുന്നു? 1882 ബോംബെയിലാണ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിക്കാനും ബാലവിവാഹത്തിനെ എതിർക്കാനും സ്ത്രീ പീഡനങ്ങൾക്കെതിരായിട്ടൊക്കെ ശബ്ദമുയർത്തിയിരുന്നൊരു സംഘടനയായിരുന്നു ആര്യ മഹിളാ സഭ. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും സാമൂഹിക പുരോഗതിക്കും വേണ്ടി നിലകൊണ്ടിരുന്ന സ്ഥാപനമായിരുന്നു ആര്യ മഹിളാ സഭ. ഓക്കെ, എന്നായിരുന്നു 1882 ബോംബെയിലാണ് പണ്ഡിത രമാഭായ് ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം നോക്കിയേ. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങൾ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ ഏതാണ്? വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശങ്ങളാണ് അല്ലേ? ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലികാവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 21A കൂട്ടിച്ചേർക്കുകയും സ്വത്തവകാശം മാറ്റുകയും മൗലികാവകാശങ്ങളിൽ നിന്ന് മാറ്റി 300A മാറ്റുകയും ചെയ്തു. ഓക്കെ, അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ഓപ്ഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കിയേ. 1885 ബോംബെയിൽ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതി മത പ്രാദേശിക ചിന്തകൾക്കതീതമായി ദേശീയബോധം വളർത്തുക. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? INCയെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച്. ഓപ്ഷൻ ഡി, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്നാണ് രൂപീകരിച്ചത്? 1885 ബോംബെയിൽ ഡിസംബർ 28 രൂപീകരിച്ചത്. INCയുടെ ആദ്യ അധ്യക്ഷൻ WC ബാനർജിയും സെക്രട്ടറി ആരായിരുന്നു? AO ഹ്യൂമോ ആയിരുന്നു. AO ഹ്യൂമിനെ തന്നെയാണ് INCയുടെ പിതാവെന്നും അറിയപ്പെടുന്നത്.
INC-യുമായി ബന്ധപ്പെട്ട ഒരു സിദ്ധാന്തം ഉണ്ടായിരുന്നല്ലോ, സേഫ്റ്റി വാൾവ് സിദ്ധാന്തം അല്ലേ, സുരക്ഷാ വാൾവ് സിദ്ധാന്തം. ആരുടെ സംഭാവനയാണത്? ലാലാ ലജ്പത് റായുടെ സംഭാവനയാണത്. ഓക്കെ. മിതവാദികൾ, തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകളുണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു മിതവാദികളിൽ വരുന്നത്? ദാദാഭായ് നവറോജി, ഗോപാലകൃഷ്ണ ഗോഖലെ, WC ബാനർജി, ഇവരെല്ലാം മിതവാദികളായിരുന്നു അല്ലേ. തീവ്രവാദികളൊക്കെ ആരായിരുന്നു? ലാൽപാൽ ബാൽ കൂട്ടുകെട്ടായിരുന്നു തീവ്രവാദികൾ അല്ലേ. ലാൽപാൽ ബാൽ കൂട്ടുകെട്ട് ആരാണ്? ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ അല്ലേ. അവരായിരുന്നു തീവ്രവാദികളുടെ സെക്ഷനകത്ത് വരുന്നത്. ഓക്കെ. 1888 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരായി സർ സയ്യദ് അഹമ്മദ് ഖാൻ ഒരു സംഘടന രൂപീകരിച്ചായിരുന്നു. ഏതാണെന്നറിയാവോ? പാട്രിയോട്ടിക് അസോസിയേഷൻ. യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഏതാണ്? യുണൈറ്റഡ് ഇന്ത്യൻ പാട്രിയോട്ടിക് അസോസിയേഷൻ. ഓക്കെ. അടുത്ത ചോദ്യം നോക്കാം. ഭരണഘടനാ ദിനം എന്നാണ്? ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് നവംബർ 26 അല്ലേ. നവംബർ 26 ഭരണഘടനാ ദിനം. ചോദ്യം 7. ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? ഏതാണ്? 42ാം ഭേദഗതിയാണ് അല്ലേ ചെറു ഭരണഘടന അഥവാ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പാർട്ട് എത്രയാണ്? പാർട്ട് 20 ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഓക്കെ. ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തത് എവിടെ നിന്നാണ്? സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് ഭരണഘടനാ ഭേദഗതി എന്ന ആശയം നമ്മൾ കടമെടുത്തത്. ഓക്കെ. ഭരണഘടനാ ഭേദഗതി 42ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ആരായിരുന്നു പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു രാഷ്ട്രപതി. ഓക്കെ. എന്നാണ്? 1976 പാർലമെൻറ്റിൽ പാസ്സാക്കിയത്. നിലവിൽ വരുന്നത് എന്നാണ്? 1977 ജനുവരി 3 42ാം ഭേദഗതി നിലവിൽ വരുന്നത്. ഓക്കെ. അടുത്തത്, ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. ഏതൊക്കെയായിരുന്നു രാജാറാം മോഹൻ റോയിയുടെ പത്രങ്ങൾ? സമ്പാദ് കൗമുദി, ബംഗാളി ഭാഷയിൽ പ്രസിദ്ധീകരിച്ച സമ്പാദ് കൗമുദി. പിന്നെ ഏതാണ്? പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബർ. ഓക്കെ. പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബർ. എന്നാണ് ആത്മീയ സഭ സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് 1815 ആത്മീയ സഭ സ്ഥാപിച്ചത്. രാജാറാം മോഹൻ റോയ് ഡേവിഡ് ഹാരയുമായി ചേർന്ന് കൊൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചതെന്നാണ്? 1817 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഡേവിഡ് ഹാരയുമായി ചേർന്ന് രാജാറാം മോഹൻ റോയ് 1817 കൊൽക്കട്ടയിൽ ഹിന്ദു കോളേജ് സ്ഥാപിച്ചു. ഓക്കെ. രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന ബഹുമതി നൽകിയതാരാണ്? അക്ബർ ഷാ II രാജ എന്ന ബഹുമതി നൽകിയത്. ഓക്കെ. ഇനി രാജാറാം മോഹൻ റോയ് എവിടെയാണ് അന്തരിച്ചത്? 1833 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ വെച്ചാണ് രാജാറാം മോഹൻ റോയ് അന്തരിക്കുന്നത്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പൂർണ്ണമായി നിർത്തിവെക്കാൻ കാരണമായ സംഭവം ഏതാണ്? ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവമാണ് അല്ലേ. ചൗരി ചൗര സംഭവം 1922 ഫെബ്രുവരി 5 നടന്നതായിരുന്നു ചൗരി ചൗര പോലീസ് സ്റ്റേഷൻ അക്രമം. എവിടെയായിരുന്നു? ഉത്തർപ്രദേശിലെ ഖോരഗ്പൂർ ജില്ലയിൽ. ചൗരി ചൗരയിൽ പ്രകടനം നടത്തുകയായിരുന്ന ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചതിൽ പ്രതിഷേധിച്ച് ജനങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തീ കൊളുത്തുകയും 22 പോലീസുകാർ മരിക്കുകയും ചെയ്തതായിരുന്നു ചൗരി ചൗര സംഭവം. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. ഓപ്ഷൻ സി പാർലമെൻറ്റിനാണ് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? 1925. അപ്പം 1924-25 കാലഘട്ടങ്ങളിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് അല്ലേ. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നടവഴിയിലൂടെ നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയതായിരുന്നു വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് മനത്ത് പത്മനാഭം നടത്തിയ ജാഥ ഏതായിരുന്നു? സവർണ ജാഥയായിരുന്നു അല്ലേ. സവർണ ജാഥ എവിടെ നിന്ന് എവിടം വരെയായിരുന്നു? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കായിരുന്നു സവർണ ജാഥ സംഘടിപ്പിച്ചത്. എന്നായിരുന്നു? 1924 നവംബർ 1 സവർണ ജാഥ നടത്തിയിരുന്നത്. ഇനി നാഗർകോവിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ജാഥ നയിച്ചതാരായിരുന്നു? എം ഇ നായിഡു. ഓക്കെ. വൈക്കം മെമ്മോറിയൽ സമർപ്പിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? സേതു ലക്ഷ്മിബായി ആയിരുന്നു. റാണി സേതു ലക്ഷ്മിബായി. എന്നായിരുന്നു? 1925 നവംബർ 23 സമർപ്പിച്ചത്. ഓക്കെ. അപ്പം വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് 1924 മാർച്ച് 20 അവസാനിച്ചത് എന്നാണ്? 1925 നവംബർ 23 അവസാനിച്ചത്. അതാണ് ഇവിടെ 1925 എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. എത്ര നാൾ നീണ്ടു നിന്നു? 603 ദിവസമായിരുന്നു നീണ്ടു നിന്നിരുന്നത്. 603 ദിവസം.
ഇനി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ഉണ്ടായിരുന്ന വ്യക്തികൾ ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ആരൊക്കെയായിരുന്നു? കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ. ഓക്കെ. വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയായിരുന്നു? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ആരൊക്കെയായിരുന്നു? ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഓക്കെ. അടുത്തത്, ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയായിരുന്നു? ക്ഷേത്രപ്രവേശന വിളംബരത്തെയായിരുന്നു അല്ലേ? ക്ഷേത്രപ്രവേശന വിളംബരത്തെയായിരുന്നു ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. എന്നായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം? 1936 നവംബർ 12-നായിരുന്നു ക്ഷേത്രപ്രവേശന വിളംബരം. ആരായിരുന്നു തിരുവിതാംകൂർ രാജാവ്? ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ. 1947-ലായിരുന്നു മലബാർ ക്ഷേത്രപ്രവേശന വിളംബരവും കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരവും. ഓക്കെ. അടുത്ത ചോദ്യം, തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹിക പരിഷ്കർത്താവ്. ഏത് വർഷമായിരുന്നു? 1893-ലാണ് അയ്യങ്കാളി പ്രസിദ്ധമായ വില്ലുവണ്ടി യാത്ര നടത്തിയത്. 1893. എവിടം തൊട്ട് എവിടം വരെയായിരുന്നു? വെങ്ങാനൂർ തൊട്ട് തിരുവനന്തപുരത്തെ കവടിയാർ കൊട്ടാരം വരെയായിരുന്നു വില്ലുവണ്ടി യാത്ര നടത്തിയത്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാണ് അയ്യങ്കാളി. ആരാണ്? കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? അയ്യങ്കാളിയാണ്. അയ്യങ്കാളി പുലയ സമുദായത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ചായിരുന്നു. അതെന്നായിരുന്നു വർഷം? 1905 ആയിരുന്നു. ഓക്കെ. 1905. 1915 അയ്യങ്കാളി നയിച്ച സമരമായിരുന്നു എന്താണ്? പുലയലഹള. പുലയലഹള എന്നായിരുന്നു? 1915-നായിരുന്നു. പുലയലഹള വേറെന്തൊക്കെ പറയും? ഊരൂട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള എന്നൊക്കെ പറയുന്നത് പുലയലഹളയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, വൈക്കം സത്യാഗ്രഹത്തിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ? ഓപ്ഷൻ സി, മന്നത്ത് പത്മനാഭൻ. അടുത്ത ചോദ്യം നോക്കിയേ. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ സി, ഉപ്പു സത്യാഗ്രഹവും. ഓക്കെ. ഉപ്പു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് അംശി നാരായണ പിള്ള എഴുതിയ കവിതയാണ് വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഓക്കെ. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചതെന്നായിരുന്നു? 1930 ഏപ്രിൽ 13-നായിരുന്നു ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചതെന്നായിരുന്നു? 1930 ഏപ്രിൽ 13-ന്. ആരായിരുന്നു നേതൃത്വം നൽകിയത്? കെ കേളപ്പനായിരുന്നു. കെ കേളപ്പൻ. മറ്റാരൊക്കെ ഉണ്ടായിരുന്നു കെ കേളപ്പനോടൊപ്പം? പി കൃഷ്ണപിള്ള, കെ കുഞ്ഞപ്പൻ നമ്പ്യാർ, പി കേശവ നമ്പ്യാർ, PC കുഞ്ഞിരാമൻ നമ്പ്യാർ. ഓക്കെ. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദി ഏതായിരുന്നു? പയ്യന്നൂരായിരുന്നു. പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്നത് പയ്യന്നൂരായിരുന്നു. ഓക്കെ. ഉപ്പു നിയമലംഘനത്തിൽ സജീവമായി പങ്കെടുത്ത മറ്റു നേതാക്കൾ ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. ഓക്കെ. മൊയ്യാരത്ത് ശങ്കരൻ, മൊയ്തു മൗലവി. ആരൊക്കെയായിരുന്നു? മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, മൊയ്യാരത്ത് ശങ്കരൻ, മൊയ്തു മൗലവി. അടുത്ത ചോദ്യം നോക്കാം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുത്തത് ഏതാണ്? ഓപ്ഷൻ ഡി, ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്ക്. 2025-ലെ ഫിഡ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്? ഓപ്ഷൻ സി, ദിവ്യ ദേശ്മുഖ്. 2025-ലെ ഫിഡ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയതാരാണ്? ദിവ്യ ദേശ്മുഖ്. ചോദ്യം 18. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിച്ച കമ്മീഷന്റെ തലവൻ ആരാണ്? സർ സിറിൽ റാഡ്ക്ലിഫ് ആയിരുന്നു അല്ലേ? സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്തെന്നാണ് പറയുന്നത്? റാഡ്ക്ലിഫ് രേഖ എന്നാണ് പറയുന്നത്. റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യ ചൈന അതിർത്തി എന്തെന്ന് പറയും? മക്മോഹൻ രേഖ എന്ന് പറയും. ഇന്ത്യ ചൈന അതിർത്തി മക്മോഹൻ രേഖ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലോ? ഡ്യൂറൻ രേഖ. ഇന്ത്യ പാകിസ്ഥാൻ റാഡ്ക്ലിഫ് രേഖ, ഇന്ത്യ ചൈന മക്മോഹൻ രേഖ, ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഡ്യൂറൻ രേഖ, ഇന്ത്യ ശ്രീലങ്ക പാക് കടലെടുക്ക്, ഇന്ത്യ മാലിദ്വീപ് ആണെങ്കിലോ 8 ഡിഗ്രി ചാനലാണ്. 8 ഡിഗ്രി ചാനൽ. ഓക്കെ. ഇന്ത്യ ബംഗ്ലാദേശ് ആണെങ്കിൽ തീൻബഗ കോറിഡോർ. അടുത്ത ചോദ്യം, ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യൻ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ പട്ടേലിനെ നാട്ടുരാജ്യങ്ങളുടെ സംയോജനങ്ങൾക്കായി സഹായിച്ച മലയാളി ആരായിരുന്നു? VP മേനോനായിരുന്നു. VP മേനോൻ. സർദാർ പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ സ്വീകരിച്ച നടപടി എന്തെന്ന് പറയും? ഓപ്പറേഷൻ പോളോ എന്ന് പറയും. ഓപ്പറേഷൻ പോളോ. സർദാർ പട്ടേലിൻ്റെ ജന്മദിനമായ ഒക്ടോബർ 31 എന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്? രാഷ്ട്രീയ ഏകതാ ദിവസമായിട്ടാണ് ആചരിക്കുന്നത്. ഇന്ത്യയുടെ മൗലികാവകാശങ്ങളുടെ ശില്പി, മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാൻ, ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി, ആദ്യത്തെ ആഭ്യന്തരമന്ത്രി എല്ലാം ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവും സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ. ചോദ്യം 20. പഹൽഗാം
ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേരെന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാമിൽ സൈനിക വേഷം ധരിച്ചെത്തിയ ഭീകരർ നടത്തിയ ആക്രമണമായിരുന്നു പഹൽഗാം ഭീകരാക്രമണം. ഇതിനെതിരെ ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് എന്താണ്? ഓപ്പറേഷൻ സിന്ദൂർ ആയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിൽ 26ഓളം ആളുകൾ മരിക്കുകയും 17ഓളം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തായിരുന്നു. ഓക്കെ, ഇനി ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് 2 സ്ത്രീകളുണ്ടായിരുന്നു, സ്ത്രീ ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയായിരുന്നു? വ്യോമിക സിംഗും സോണിയ ഖുറേഷിയും. സോഫിയ ഖുറേഷിയും വ്യോമിക സിംഗുമായിരുന്നു അല്ലേ. പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാവുകയും സിന്ധു നദീതട കരാർ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയും ചെയ്തായിരുന്നു അല്ലേ. എന്നായിരുന്നു സിന്ധു നദീജല കരാർ എന്നായിരുന്നു? 1960 സെപ്റ്റംബർ 19 ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനും കൂടെ വേൾഡ് ബാങ്കിൻ്റെ അധ്യക്ഷതയിൽ ഒപ്പുവെച്ചതായിരുന്നു സിന്ധു നദീജല കരാർ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കിയേ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? സോവിയറ്റ് യൂണിയൻ. ഭിലായ് സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ ആരുടെ സഹായത്തിലായിരുന്നു? ബൊക്കാറോയും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തിലായിരുന്നു. ഭിലായും ബൊക്കാറോവും സോവിയറ്റ് യൂണിയൻ്റെ സഹായത്താലാണ് നിർമ്മിതമായത്. ദുർഗാപൂർ ബ്രിട്ടൻ്റെ സഹായത്തോടെയും റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയുമാണ് നിർമ്മിച്ചത്. ഓക്കെ, ഇനി ഇവരുടെയൊക്കെ വർഷം എന്നാണ്? റൂർക്കേലയും ഭിലായിയും 1959-ലും ദുർഗാപൂർ 1962-ലും ബൊക്കാറോ 1964-ലുമാണ് സ്ഥാപിതമായത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ്? ഉത്തരമഹാസമതലം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? വടക്ക് കിഴക്കൻ മൺസൂണിൽ നിന്നാണ്. ഓക്കെ, വടക്ക് കിഴക്കൻ മൺസൂൺ, ഓപ്ഷൻ ബി. ഇന്ത്യയുടെ മാനകരേഖാംശം എത്രയാണ്? 82°30' ഈസ്റ്റ് ആണ് അല്ലേ. 82 ഈസ്റ്റ്. ഓക്കെ, ഇനി 23.5 വടക്ക് എന്തായിരുന്നു? ഉത്തരായന രേഖ കടന്നു പോകുന്നതാണ് അല്ലേ. ഉത്തരായന രേഖ കടന്നു പോകുന്നത് 23.5 വടക്ക്. അടുത്ത ചോദ്യം നോക്കിയേ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം സ്ഥാപിതമായത്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏതാണ്? നീലഗിരി കുന്നുകൾ. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ്? ആനമുടിയാണല്ലേ. ആനമുടി. ഓക്കെ, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ആനമുടിയാണ്. ചോദ്യം 30. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൻ്റെയാണ്? ഗുജറാത്തിൻ്റെയാണ് അല്ലേ. ഗർഭ, ഗുജറാത്ത്. ഇനി തമിഴ്നാടിൻ്റെ ഏതാണ്? ഭരതനാട്യമാണ്. ആന്ധ്രാപ്രദേശിൻ്റെത് കുച്ചിപ്പുടി. ഒഡീഷയുടെ ഏതാണ്? ഒഡീസിയാണ് ഒഡീഷയുടെ. ഇനി ആസാമിൻ്റെ ഏതൊക്കെയായിരുന്നു? ബിഹു സാത്രിയൊക്കെ ആസാമിൻ്റെയാണ്. ഓക്കെ, അപ്പം തമിഴ്നാടിൻ്റെ കുച്ചിപ്പുടി, ഒഡീഷയുടെ ഒഡീസി, ഗുജറാത്തിൻ്റെ ഗർഭ. ഓക്കെ, ആന്ധ്രാപ്രദേശിൻ്റെ എന്താണ്? കുച്ചിപ്പുടി, ആസാമിൻ്റെ ബിഹു സാത്രിയ, എക്സെട്ര. ഓക്കെ, അടുത്ത ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെയാണ്? നെടുങ്കണ്ടം. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? നെടുങ്കണ്ടം. എവിടെയാണ് നെടുങ്കണ്ടം? രാമക്കൽമേട്, ഇടുക്കിയിലാണ്. രാമക്കൽമേട്, ഇടുക്കി. ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തേക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കിയേ. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? പൂക്കോട് തടാകം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏതാണ്? പൂക്കോട് തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ. ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 പ്രാവശ്യം ചോദിച്ചിരിക്കുന്നു. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? വടക്ക് കിഴക്കൻ മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NH 544 ആണ് അല്ലേ. NH 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? വയനാട്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? വയനാട്. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? പെരിയാർ. ബാക്കി 3 കബനി, ഭവാനി, പാമ്പാർ ഏതാണ്? കിഴക്കോട്ടൊഴുകുന്ന നദിയാണ്.
ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കുക കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ ബി മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ഇ ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാരാണ്? ഓപ്ഷൻ സി ജോസഫ് മർഫിയാണ്. ജോൺ ജോസഫ് മർഫി. പഴയൊരു SCRT ഫാക്റ്റാണ് അല്ലേ. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചതാരാണ്? ജോൺ ജോസഫ് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതം. മംഗളവനം പക്ഷി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു. മംഗളവനം പക്ഷി സങ്കേതത്തെ കൊച്ചിയുടെ ശ്വാസകോശം എന്നാണ് അറിയപ്പെടുന്നത്. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു പക്ഷി സങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്നതും ഈ മംഗളവനം പക്ഷി സങ്കേതത്തിലാണ്. കേരള ഹൈക്കോടതിയുടെ കെട്ടിട സമുച്ചയത്തിന് സമീപത്തായിട്ടാണ് മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ചിന്നാർ എന്തിനാണ് പ്രശസ്തം? നക്ഷത്രയാമ, ചാമ്പൽ മലയണ്ണാൻ മുതലായ ജീവികളെ കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ഏത്? ചിന്നാർ വന്യജീവി സങ്കേതം. ഓക്കെ. തട്ടേക്കാടാണെങ്കിലോ കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം. ഇനി കുമരകമാണെങ്കിലോ ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കുമരകം പക്ഷി സങ്കേതം. ഇനി പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന ഒരു കേരളത്തിലെ പക്ഷി സങ്കേതമുണ്ട്. ഏതാണ്? നൂറനാടിനെയാണ് കേരളത്തിൻ്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്. നൂറനാടിനെ എന്തെന്നറിയപ്പെടും? കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടിനെയാണ്. മയിലുകളുടെ സംരക്ഷണത്തിനായിട്ടുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ്? ചൂലന്നൂരാണ്. ചൂലന്നൂർ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ഇടുക്കിയാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. ഓപ്ഷൻ ബി ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂരാണ്. കണ്ണൂർ. തീരദേശം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ലയാണെങ്കിൽ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല. കേരളത്തിൽ ഹെൽത്ത് ATM ആദ്യമായി നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ഡി എറണാകുളം ജില്ലയിൽ. ആദ്യമായി ഹെൽത്ത് ATM നിലവിൽ വന്നത് എറണാകുളം ജില്ലയിൽ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഗഗൻയാൻ ദൗത്യം. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിൻ്റെ പേരെന്താണ്? ഗഗൻയാൻ ദൗത്യം. ഏത് മഹാരാജാവിൻ്റെ ഭരണകാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഓപ്ഷൻ എ സ്വാതി തിരുനാളിൻ്റെ. ഓക്കെ, സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. കുതിരമാളിക, സിവിൽ ഹോസ്പിറ്റൽ, പബ്ലിക് ലൈബ്രറി, ഗവൺമെൻറ് പ്രസ്, നക്ഷത്ര ബംഗ്ലാവ്, മുൻസിഫ് കോടതി, എഞ്ചിനീയറിംഗ് വകുപ്പ്, ഇതെല്ലാം സ്ഥാപിച്ചത് സ്വാതി തിരുനാളിൻ്റെ കാലഘട്ടത്തിലായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. സോവിയറ്റ് യൂണിയൻ്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉം മാത്രം. ഏതാണ്? ഭിലായിയും ബൊക്കാറോയും. ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? ആരൊക്കെയായിരുന്നു? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്? മറിയ കൊറീന മച്ചാഡോ. ഓപ്ഷൻ ഡി മറിയ കൊറീന മച്ചാഡോ. വെനസ്വേലൻ പൊളിറ്റീഷ്യനാണ് മറിയ കൊറീന മച്ചാഡോ. ചോദ്യം 50. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഓപ്ഷൻ സി CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. തമിഴ്നാട് തിരുപ്പൂർ സ്വദേശിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ, ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്നാണ് ഫുൾ നെയിം. 2023 ജാർഖണ്ഡിൻ്റെ ഗവർണറായിരുന്നു. 2024 മുതൽ മഹാരാഷ്ട്ര ഗവർണറായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യം. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരൊക്കെയാണ്? ഓപ്ഷൻ ഡി മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. മോഹൻലാലിന് 2025 അടൂർ ഗോപാലകൃഷ്ണന് 2004 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിക്കുന്നത്. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ആദ്യത്തെ മലയാളിയാണ് അടൂർ ഗോപാലകൃഷ്ണൻ. എന്ന് തൊട്ടാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുത്തു തുടങ്ങിയത്? 1969 ദേവിക റാണിക്കാണ് ആദ്യമായി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുന്നത്. ആദ്യമായി ലഭിച്ച വനിതയും ദേവിക റാണി തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം. 2025 ഒളിമ്പിക്സിൻ്റെ വേദി ഏതാണ്? ലോസ് ആഞ്ചൽസ്. US ലോസ് ആഞ്ചൽസ് ആണ് 2028 ഒളിമ്പിക്സ് വേദി. 2024 എവിടെയായിരുന്നു? പാരീസിലായിരുന്നു. 2020 ടോക്കിയോ, 2021 നടന്നത്. 2024 പാരീസ്, 2028 എവിടെയാണ്? ലോസ് ആഞ്ചൽസ് USA. 2032 എവിടെയാണ്? ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ. ഓക്കെ,
തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏതാണ്? ഓപ്ഷൻ ബി മീഥെയ്ൻ. അടുത്ത ചോദ്യം, ക്ഷീണിതനും വിളറിയ മുഖത്തോടു കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹിമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായി കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ഓപ്ഷൻ സി ഇരുമ്പടങ്ങിയ ഇലക്കറികൾ. അനീമിക്കാണല്ലേ രാജു? ഓക്കെ. അടുത്ത ചോദ്യം, പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ ജ്യോതിക, ഭാഗ്യലക്ഷ്മി. ലോല, മാലിക, ജ്യോതിക, ഭാഗ്യലക്ഷ്മി ഇതെല്ലാമാണ് പയറിൻ്റെ സങ്കര ഇനങ്ങൾ. ഓക്കെ. അടുത്ത ചോദ്യം പ്രസ്താവന കാരണമാണ്. പ്രസ്താവന എന്താണ്? ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. അപ്പം എന്താണ്? പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റാണ് അല്ലേ? പ്രസ്താവന കറക്റ്റാണ്. ഇടത് വെൻട്രിക്കിളിന് ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. എന്തുകൊണ്ടാണ്? രക്തത്തിലേക്ക് ബോഡിയിലേക്കുള്ള എല്ലാ പാർട്ടിലേക്കും രക്തം പമ്പ് ചെയ്യുന്നത് ഇടത് വെൻട്രിക്കിളിൽ നിന്നാണ് അല്ലേ? അപ്പം അതുകൊണ്ടാണ് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതൽ. ഭയങ്കര ഫോഴ്സിലാണ് രക്തം പമ്പ് ചെയ്ത് പോകുന്നത് ബോഡിയിലേക്ക്. അതുകൊണ്ട് തന്നെ കട്ടി കൂടുതലാണ്. ഓക്കെ. അടുത്ത ചോദ്യം, സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ബി 2, 3 ശരി. എന്താണ്? സുസ്ഥിര വനപരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക. വനസംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായതാരാണ്? ഓപ്ഷൻ സി ബി.ആർ. ഗവായി. 59. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ഓപ്ഷൻ ബി ആരോഗ്യം ആനന്ദം. കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏതാണ്? ആരോഗ്യം ആനന്ദം. എന്താണ് നിരാമയ കേരളം? ഓട്ടിസം, സെറിബ്രൽ പാൾസി, മാനസിക വെല്ലുവിളികൾ പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്ത്? നിരാമയ കേരളം. പിന്നെ ജീവൻ രക്ഷ എന്താണ്? സർക്കാർ, അർദ്ധ സർക്കാർ, സഹകരണ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതിയാണ് ജീവൻ രക്ഷാ പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ. ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ് തെറ്റ്. കടൽക്കാറ്റ് പകൽ സമയത്ത് വീശുന്നു അല്ലേ? അതിനാണ് നമ്മൾ ബീച്ചിലൊക്കെ പോയിരിക്കുന്നത്. എന്താണ്? കടൽക്കാറ്റ് പകൽ സമയത്താണ് വീശുന്നത്. തണുത്ത കാറ്റടിക്കും. കരക്കാറ്റടിക്കുന്ന എപ്പോഴാണ്? രാത്രി സമയത്താണ്. ചോദ്യം 61. ആവർത്തന പ്രതിപദനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം ഏതൊക്കെയാണ്? ഇവ രണ്ടുമാണ്. ഏതൊക്കെയാണ്? കലീഡോസ്കോപ്പും പെരിസ്കോപ്പും. ഇനി കലാമിൻ എന്ന ലോഹത്തിൻ്റെ അയിരേതാണ്? സിങ്ക്. കലാമിൻ സിങ്ക്. മെർക്കുറിയുടേതാണ്? സിന്നബാർ. ഇരുമ്പിൻ്റെ ഹേമറ്റൈറ്റ്. ഓക്കെ. ലെഡ് പ്ലംബം. ശബ്ദത്തിനെ കുറിച്ചുള്ള പഠനം എന്താണ്? അക്കോസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ഒപ്റ്റിക്സ് എന്താണ്? പ്രകാശവുമായി ബന്ധപ്പെട്ട പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ. തെർമോഡൈനാമിക്സ് എന്താണ്? തെർമോഡൈനാമിക്സ് ഹീറ്റും എനർജിയും, താപവും ഊർജ്ജവുമായി ബന്ധപ്പെട്ട പഠനമാണ് തെർമോഡൈനാമിക്സ്. ഇനി മെക്കാനിക്സ് ചലനം ബലം എക്സെട്ര പോലുള്ള പഠനമാണ് മെക്കാനിക്സ്. ഓക്കെ. ഇനി ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ചോദ്യം 65. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? വിഴിഞ്ഞം തുറമുഖമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം. അടുത്ത ചോദ്യം, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശൈലി ആപ്പാണ് ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതി. എന്താണ് ഇ സഞ്ജീവനി? ടെലിമെഡിസിൻ പദ്ധതിയാണ്. ഭാരത സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ് ഇ സഞ്ജീവനി. ഇ ഹെൽത്തും മൈ കെയറും എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ടെലിമെഡിസിൻ പദ്ധതിയാണ്. ഓക്കെ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി എയ്ഡ്സ് ആണ്. എയ്ഡ്സ്. താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായ ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. ഏതൊക്കെയാണ്? 2, 3 മാത്രമാണ്. ആഗ്നേയഗ്രന്ഥി ഇൻസുലിൻ, പൈനിയൽ ഗ്രന്ഥി മെലാറ്റോണിൻ. തൈറോയ്ഡ് ഗ്രന്ഥി എന്താണ്? തൈറോക്സിനും കാൽസിറ്റോണിനാണ് അല്ലേ? തൈറോക്സിനും കാൽസിറ്റോണിനും. ഇനി അഡ്രീനൽ ഗ്രന്ഥി എന്തൊക്കെയാണ്? അഡ്രീനൽ ഗ്രന്ഥി കോർട്ടിസോളും ആൽഡോസ്റ്റിറോണും ഉണ്ട് അല്ലേ? കോർട്ടിസോൾ, ആൽഡോസ്റ്റിറോൺ, പിന്നെ ലൈംഗിക ഹോർമോണുകൾ എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥിയാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. ഏതൊക്കെയാണ്? 2, 3 ആണ്.
ഓപ്ഷൻ സി 2ഉം 3ഉം. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക. സർക്കാർ ആശുപത്രികൾ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക. ഓക്കെ. പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളെ ഫാമിലി ഹെൽത്ത് സെൻ്ററാക്കുക. ഒക്കെ ഇതിൻ്റെ ലക്ഷ്യങ്ങളാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. എന്താണ്? ഓപ്ഷൻ സി ആണ്. വൈറ്റമിൻ B3 എന്താണ്? പെല്ലാഗ്ര. വൈറ്റമിൻ B3 പെല്ലാഗ്ര. വൈറ്റമിൻ B12 എന്താണ്? പെർനീഷ്യസ് അനീമിയാണ്. പെർനീഷ്യസ് അനീമിയ. കണ എന്തോത്തിൻ്റെയാണ്? വൈറ്റമിൻ ഡിയുടെ ആണ്. കണ അഥവാ റിക്കറ്റ്സ്. വൈറ്റമിൻ സി സ്കർവിയും വൈറ്റമിൻ എ ആണ് നിശാന്തത. ഓക്കെ. അടുത്ത ചോദ്യം, സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിന് ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? വയോ അമൃതം പദ്ധതിയാണ്. വയോ അമൃതം പദ്ധതി. ഓക്കെ. വയോമധുരം BPL ആയിട്ടുള്ള ആൾക്കാർക്ക് ഗ്ലൂക്കോമീറ്റർ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പരിപാടിയാണ് വയോമധുരം പദ്ധതി. വയോമിത്രം പദ്ധതി നഗരസഭ മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിലുള്ള വയോധികർക്ക് വേണ്ടിയിട്ടുള്ള ഹെൽപ്പാണ് വയോമിത്രം പദ്ധതി. ഓക്കെ. അടുത്ത ചോദ്യം, എംഫിസിമ എന്ന രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? ഓപ്ഷൻ എ ശ്വാസകോശം. എംഫിസിമ ശ്വാസകോശം. ചോദ്യം 74, സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിൻ്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഓപ്ഷൻ സി ആണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവരെയാണ്. ഓക്കെ. അവർക്കൊരു സ്നേഹക്കൂട്. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം ഏതാണ്? ഓപ്ഷൻ എ പോളിയോ ആണ്. പോളിയോ. ബാക്കി വില്ലൻ ചുമ, ക്ഷയം, ചിക്കൻ പോക്സ് എല്ലാം വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. അടുത്തതും ഒരു അസേഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. എന്താണ്? പ്രസ്താവന 1, ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസുകൾ. പ്രസ്താവന 2, വില്ലസുകൾ ജലം, ലവണം എന്നിവയുടെ ആഗീരണത്തിന് സഹായിക്കുന്നു. രണ്ടും ശരിയാണ്. എന്താണ്? ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള സ്ട്രക്ചറാണ് എന്താണ്? വില്ലസുകൾ എന്ന് പറയുന്നത്. ഇവ എന്തിനു സഹായിക്കുന്നു? ജലം, ലവണം എന്നിവയുടെ ആഗീരണത്തിന് സഹായിക്കുന്നു. പിന്നെ കുടലിലെ പ്രതല വിസ്തീർണം കൂട്ടാനും സഹായിക്കുന്നു. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരാരൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ആരൊക്കെയാണ്? മേരി ഇബ്രൻകോവ്, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സഗാഗുച്ചി. ആരൊക്കെയാണ്? മേരി ഇബ്രൻകോവ്, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സഗാഗുച്ചി. ഇവർക്ക് 3 പേർക്കുമാണ് വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ കിട്ടിയത്. ഓക്കെ. ഫിസിക്സിനുള്ള നോബൽ ആർക്കൊക്കെ ആയിരുന്നു? ജോൺ ക്ലാർക്ക്, മൈക്കൽ എച്ച് ഡെവ്രട്ട്, ജോണറ്റ് മാർട്ടിനസിനായിരുന്നു. ഓക്കെ. കെമിസ്ട്രിക്കോ? ഓമർ അംയാഗി, സുസുമോ കിറ്റാഗാവ, റിച്ചാർഡ് റോബിൻസൺ. ആർക്കൊക്കെയായിരുന്നു? ഓമർ അംയാഗി, സുസുമോ കിറ്റാഗാവ, റിച്ചാർഡ് റോബിൻസൺ. എക്കണോമിക്സിനോ? ജോയൽ മോഖർ, ഫിലിപ്പ് അഗിയോൺ, പിന്നെ പീറ്റർ ഹൗവിറ്റ്. ഓക്കെ. ഇനി സമാധാനത്തിനുള്ളതാണെങ്കിൽ മറിയ കൊറീന മച്ചാഡോ. അടുത്ത ചോദ്യം, ഇസ്രയേൽ പലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രയേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? റെസ്ക്യൂ ഓപ്പറേഷൻ. ഓപ്പറേഷൻ സി. ഓപ്പറേഷൻ അജയ് ആണ്. ഓപ്പറേഷൻ അജയ്. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. 1ഉം 3ഉമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ. എന്താണ്? വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3-ന് ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നതാണ് തെറ്റ്. മെയ് 2-നായിരുന്നേ. മെയ് 2-നാണ് പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത്. ഓക്കെ. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഏതായിരുന്നു? ഷെൻഹുവ 15 അല്ല, സെൻറ്റ് ഫെർണാഡോ ആയിരുന്നു മദർഷിപ്പ്. ഷെൻഹുവ 15 എന്താണ്? ആദ്യത്തെ കപ്പൽ കാർഗോ ഷിപ്പായിരുന്നു ഷെൻഹുവ 15. മദർഷിപ്പ് ഏതായിരുന്നു? മദർഷിപ്പ് സെൻറ്റ് ഫെർണാഡോ ആയിരുന്നു. സെൻറ്റ് ഫെർണാഡോ. ഓക്കെ. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നെയ്യാറ്റിൻകര താലൂക്കിൽ. ആർക്കാണ് നിർമ്മാണ ചുമതല? അദാനി ഗ്രൂപ്പിനാണ് അല്ലേ? അദാനി ഗ്രൂപ്പിന്. ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. ആദ്യത്തെ ആഴക്കടൽ കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെൻറ്റ് തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം. അടുത്ത ചോദ്യം നോക്കിയേ. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമിയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ. സന്തോഷ് കുമാർ. ഈ ചോദ്യമില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല. ഇപ്പം റീസെൻ്റായിട്ട് നടന്ന എക്സാമിലെല്ലാം ചോദിക്കുന്നുണ്ട്. 49ാമത് വയലാർ സാഹിത്യ അവാർഡ് 2025 നേടിയ തപോമിയുടെ അച്ഛൻ ആരാണ്? ഇ. സന്തോഷ് കുമാറാണ്. ഇ. സന്തോഷ് കുമാർ. 48ാമത്തെ ആർക്കായിരുന്നു? അശോകൻ ചരുവിലിനായിരുന്നു. ഓക്കെ. അപ്പം ഇത്രയുമാണ് നോക്കാനുള്ള 80 ക്വസ്റ്റ്യൻസ്. ഇനി ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. അത് നിങ്ങൾ ചെയ്തു നോക്കുക. ആൻസർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്ന് വീഡിയോ പൗസാക്കി വെച്ചിട്ട് ചെയ്തു നോക്കുക. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ ലൈക്ക് ചെയ്യുക.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഉപകാരപ്പെടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. SCRT ക്ലാസ്സസും നമ്മളെ ചാനലിലൂടെ നടത്തി വരുന്നുണ്ട്. അപ്പം കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടു നോക്കുക. 5th സ്റ്റാൻഡേർഡ് SCRT ബേസിക് സയൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സോഷ്യൽ സയൻസ് തുടങ്ങുകയാണ് അടുത്ത ദിവസം മുതൽ. ഓക്കെ. അപ്പം കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കയറി കണ്ടു നോക്കുക. ഞാനിവിടെ പ്ലേലിസ്റ്റ് കൊടുത്തിരിക്കാം. ഓക്കെ. ഇപ്പം 18ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കഷൻ ചെയ്ത് കഴിഞ്ഞു. എല്ലാം ഡിഗ്രി ലെവൽ 10th ലെവൽ ഇങ്ങനെ പ്ലേലിസ്റ്റ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എല്ലാ ആവശ്യമുള്ളതനുസരിച്ച് നിങ്ങൾ കയറി കണ്ടു നോക്കുക. ഡെയിലി ഒരു ക്വസ്റ്റ്യൻ പേപ്പറെങ്കിലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൻ്റെ കൂടെ ഈ വീഡിയോയും കൂടെ കണ്ട് നിങ്ങൾ റിലേറ്റഡ് ഫാക്ട്സും കണക്റ്റഡ് ഫാക്ട്സും ഒക്കെ കൂടെ റിവൈസ് ചെയ്ത് പോവുക. തീർച്ചയായും ഉപകാരപ്പെടും. PSCയുടെ റീസെൻറ്റ് ട്രെൻഡ് അറിയണമെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വർക്കൗട്ട് ചെയ്തേ മതിയാവത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ. സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. താങ്ക് യു ഓൾ.